മാറ്റിവെച്ചു. ബാക്കി ശേഷം എല്ലാവരെയും അത് കാണിച്ചു. പിന്നെ ആ 2 ദിവസത്തെ മുഴുവൻ ഭയങ്കര ആളും ബഹളമൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ടതിന് രൂപതയിൽ എന്നതാ ശരിയാണ്, എന്താണോ തെറ്റാണോ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഇത് ശരിയാണോ, ആരെയും വരച്ചു വെച്ചതാണോ, എന്നതാണ് സ്ഥിതി എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെയുള്ള ചിന്തയുള്ളതുകൊണ്ട് ഇവിടുന്ന് തിരുവോസ്തി തലശ്ശേരിക്ക് കൊണ്ടുപോയി. പിന്നെ പല അതിന്റെ ഘട്ടങ്ങളൊരു സഭയുടെ ഒരു പഠനവും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതിന് ഒരു കമ്മീഷനൊക്കെ വെച്ചു. ആലഞ്ചേരി പിതാവ് വെച്ച കമ്മീഷന്റെ പഠനങ്ങളും റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ചു. പിന്നെ 2018 വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്ന ശേഷം വീണ്ടും റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പിന്നെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി. ബാംഗ്ലൂർ ഒരു ടെസ്റ്റും ഒരു 3 ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം നടത്തി. അതിൻ്റെ അത് പ്രധാനപ്പെട്ട ശ്രദ്ധിച്ച് വേറെ എന്തെങ്കിലും എലമെന്റ്സ് ആരെങ്കിലും വരച്ചതാണോ, പെൻസിലിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത പാർട്ടിക്കിൾസ് അതിന്റെ തന്മാത്രയിൽ എല്ലായിടത്തും സെയിം ആണ്. ഓരോരുത്തരും വേറെ എക്സ്ട്രാ അതിൻ്റെ അതൊന്നും ഉള്ള ഒരിടത്തുള്ളതും പടം ഉള്ളിടത്തുള്ളതും ഇല്ലാത്തടത്തുള്ളതും എല്ലാം സെയിം. അപ്പം വേറെ ഒരു എക്സ്ട്രാ കാര്യങ്ങളൊന്നും അതിൻ്റെ അത് വന്നിട്ടില്ല എന്നുള്ള അവരുടെ സയന്റിസ്റ്റൊക്കെ അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നു, റൂമിൽ കൊടുത്തു. അവിടുന്ന് അതൊരു ദിവ്യകാരനെ അടയാളമായി അത്ഭുതമായിട്ട് കാണുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഈ 31-ാം തീയതി അത് സഭയ്ക്ക് നമുക്ക് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മുഖം തെളിഞ്ഞത് തിരുവോസ്തി തെളിയുന്ന ആദ്യത്തെ അത്ഭുതമാണ്. ബാക്കി നമുക്ക് ബ്ലഡ് ആയതും മാംസകഷ്ണങ്ങളായതൊക്കെ ആയിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അപ്പൊ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് അച്ഛൻ അർപ്പിച്ച ബലിയിൽ ഇങ്ങനെ ആയത്? അച്ഛൻ പറഞ്ഞത്, ഞാനൊരു പാവി ആയതുകൊണ്ടായിരിക്കും, എന്റെ തെളിയുന്നതുകൊണ്ട് പാവങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. പിന്നെ അച്ഛനോട് ചോദിച്ചു, വിളക്കിനൂർ എന്തുകൊണ്ട് അതിനെ തെരഞ്ഞെടുത്തെന്ന് അച്ഛൻ മറുപടി പറഞ്ഞത്, വിളക്ക് എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഓണം കയറാൻ പോലെയാണ്. ഇതിലെ പോയാൽ പോലും ഈ പള്ളി ഇവിടെ ഉണ്ടെന്ന് സാധാരണ ആരും ശ്രദ്ധിക്കാതെ പോയൊരു പള്ളിയാണ്. അതുകൊണ്ട്